വെടിനിർത്തൽ കരാറ് ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് എല്ലാം കഴിഞ്ഞു, അവരുടെ ലക്ഷ്യം കണ്ടു എന്നുള്ള. എന്നാൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് വീണ്ടും വരുന്നത്. അതായത് ഇപ്പോൾ ഇസ്രയേൽ ഒറ്റപ്പെടുന്നു, വീണ്ടും ഇസ്രയേലിൻ്റെ ക്രൂരമായിട്ടുള്ള മുഖം മറ്റുള്ളവർ കാണുന്നു. ഈ അറസ്റ്റ് വാറണ്ട് കൂടുതൽ ശക്തമാകുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ്. അതായത് ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കില്ല എന്ന് സ്പെയിൻ രംഗത്ത് വന്നതോടെ വീണ്ടും നെഞ്ചിടിപ്പ് കൂടുകയാണ്. നിലവിൽ അവിടെ ആയുധങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആയുധങ്ങൾ വേണം. അതുകൊണ്ട് തന്നെ ഇവർ വലിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളോട് ചോദിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതിന് ശേഷം സ്പെയിൻ വരുന്നത്. സ്പെയിൻ പറയുന്നത് ആയുധങ്ങൾ ഇനി വിൽക്കില്ല എന്നാണ്. പശ്ചിമേഷ്യയ്ക്ക് ആയുധങ്ങളല്ല, സമാധാനമാണ് വേണ്ടതെന്ന് സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബറാസ് പറഞ്ഞു. ഇതാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഏറ്റവും കുഴപ്പത്തിലാക്കുന്നത്. 2023 ഒക്ടോബർ മുതൽ ഇസ്രയേലുമായിട്ട് ആയുധ വ്യാപാര ലൈസൻസ് നിലവിലില്ല എന്നും ആയുധ കച്ചവടം നടക്കുന്നില്ല എന്നും തുടർന്ന് ഉറപ്പാക്കുമെന്നും അൽവാരിസ് വ്യക്തമാക്കി. ഈ വടക്കൻ ഗസയിൽ ഇസ്രയേൽ വംശീയ ഉന്മൂലനം നടത്തുകയാണെന്ന ആരോപണവുമായിട്ട് മുൻ ഇസ്രയേലി പ്രതിരോധ മന്ത്രി മോശ യാലോൻ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഈ സ്പെയിനും രംഗത്ത് വന്നിരിക്കുന്നത്. ഈ രണ്ട് കാര്യം ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അതായത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ നാശത്തിലേക്കാണ് നയിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. ഇസ്രയേലി ചാനൽ ഡെമോക്രാറ്റിക് നൽകിയ അഭിമുഖത്തിലാണ് ലയോണിയുടെ ആരോപണം എന്ന് പറയുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഗസയിലും നെതന്യാഹുവിൻ്റെ വലതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങളെയും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. അതായത് സ്വന്തം രാജ്യത്തിൽ നിന്നും തിരിച്ചടി, പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും നെതന്യാഹുവിന് തിരിച്ചടി. അധിനിവേശത്തിലേക്കും കൂട്ടിച്ചേർക്കുന്നതിലേക്കും വംശീയ ഉന്മൂലനത്തേക്കും നാം വലിച്ചിഴക്കപ്പെടുന്നു. ഗസയുടെ ഈ വടക്കിലേക്ക് നോക്കൂ, അവിടെ കുടിയിറക്കവും ജൂത കുടിയേറ്റവുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗസയിൽ ഇസ്രയേൽ സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നാണ് യാലോൻ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടപെടുകയും അത് ശരിയാണോ എന്നും ചോദിക്കുകയും ചെയ്തു. അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ബെത്ലഹിയ, ബെത് ഹനൂൻ എന്നിവ ഇപ്പോൾ നിലവില്ല. ഇവിടെ ഇപ്പോൾ അവർ ജബാലിയയിൽ പ്രവർത്തിക്കുന്നു. ഇസ്രയേൽ സൈന്യം അറബികളുടെ പ്രദേശങ്ങൾ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് യാലോൻ കുറ്റപ്പെടുത്തി. ഇതാണിപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമാകുന്നത്. 2013 മുതൽ 2016 വരെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയായിരുന്നു യാലോൻ എന്ന് പറയുന്നത്. ഈ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിക്കാരൻ കൂടിയായ യാലോൻ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു പ്രതിരോധ മന്ത്രിയായിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചേരിവഴികൾക്കും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾക്കും ഒരു വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത്. അതേസമയം ഉത്തരവിവാദ പ്രസ്താവനകളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്ന് ഇസ്രായേൽ സർക്കാർ പ്രതികരിക്കുകയും ചെയ്തു. വംശീയ ഉന്മൂലനം നടത്തുകയാണെന്ന ആരോപണം നിഷേധിക്കുകയും ചെയ്തു. അതിമാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രയേൽ ഗസയിൽ ആക്രമണം നടത്തുന്നത്. വടക്കൻ ഗസയിൽ നിരോധിത ആയുധങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നതെന്നും ഇക്കാര്യം അന്വേഷിക്കാൻ അന്താരാഷ്ട്ര കമ്മിറ്റി രൂപീകരിക്കണമെന്നും ശനിയാഴ്ച ഹമാസും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മുൻ പ്രതിരോധ മന്ത്രിയുടെ ഈ ഒരു നിലപാടും ആരോപണമൊക്കെ വന്നത്. നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ ഇസ്രയേൽ കൂട്ടക്കൊല ചെയ്യുകയാണെന്നും ശരീരം ബാഷ്പീകരിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നും ഡോക്ടർമാരടക്കം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് കണ്ണില്ലാത്ത കൊടും ക്രൂരത വീണ്ടും ഈ ഒരു ഒപ്പുവെച്ചതിന് ശേഷം ഇസ്രയേൽ തുടർന്നുണ്ട് എന്നതിന് തെളിവാണ് ഈ ഒരു സംഭവം. ഇസ്രയേൽ അധിനിവേശ സൈന്യം അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന കാര്യമാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നും ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന യുദ്ധ കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ഈ ഇസ്രയേൽ വംശഹത്യ യുദ്ധം 2ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ 44,300 പേരാണ് ഇതുവരെ ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. 100,000-ത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാൻ യൂനിസ്, ജബാലി ഉൾപ്പെടെയുള്ള ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ മാത്രം 200-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഗസയിൽ പട്ടിണി ദുരന്തം സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെ ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് ഇസ്രയേൽ. UN ഏജൻസിയായ യുനർവയുടെ പ്രവർത്തനം വിലക്കിയതിന് പിന്നാലെ സന്നദ്ധ സംഘടനകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം തുടരുകയാണ്. സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചണിൻ്റെ ഒരു 3 ജീവനക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ സേവന പ്രവർത്തനങ്ങൾ നിർത്തണമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. ആശുപത്രികൾക്കെതിരായിട്ടുള്ള ആക്രമണവും ഇസ്രയേൽ നടത്തുകയാണ്. അതേസമയം ഹമാസ് ചെറുത്തുനിൽപ്പിൽ ഒരു ഇസ്രയേൽ സൈനികൻ കൂടി കൊല്ലപ്പെടുകയും 2 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബന്ദികളെ മോചനം ഉറപ്പാക്കാൻ ഉടൻ ഹമാസുമായി കരാർ രൂപപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധവും നടത്തി.